എവിടെയത്? ഇവിടല്ലേ? അവിടെ അല്ലടോ, ഇവിടെ. പറഞ്ഞാ പോരെ, ബഹളം വയ്ക്കുന്നതിന്. താൻ്റെ ഇവിടെ ദിവസം മാറ്റി മാറ്റി ഒപ്പിടുന്നത്. അത് ഈ മ്യൂസിക്കിന്റെ ട്യൂൺ മാറി വരുന്നത് പോലെ എന്റെ ഒപ്പും മാറി മാറി വരും. അതുകൊണ്ടല്ല, സ്കൂളിൽ പോണേ. അയ്യോ, സോറി. 1 2 3 4 5 6 7 8 9. അയ്യോ, 100 രൂപ കൂടുതലാണല്ലോ. അയ്യോ, 1 2 3 4 5 6 7 8. അയ്യോ, 100 രൂപ കുറവാണല്ലോ. അയ്യോ, 3 4 5 6. അയ്യോ, 100 രൂപ കൂടുതലാണല്ലോ. 3 4 5 6 7. അയ്യോ, ഇത് കറക്റ്റ് ആണല്ലോ. അയ്യോ, നാളെ പുതിയ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങേണ്ടതാ. അടിച്ചു ഫിറ്റായി കോൺ തിരിഞ്ഞ് കടന്നു കളയരുത്, നേരത്തെ വരണം. അല്ല, അതിപ്പോ ഞാനിങ്ങനെ മദ്യപിച്ചിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ? അയ്യോ, ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അത് വിട്ടുകള. ദൈവമേ, 100 രൂപ വെള്ളത്തിലായാനെ. ഒരു വിവരമില്ലാത്ത കഴുത. നീയൊക്കെ എങ്ങനെയാ നന്നാവുക? എന്താ പറഞ്ഞേ? എന്നോട് പറഞ്ഞതാ. അങ്ങോട്ട് പോയിക്കോ. അപർണയോ? എന്താ സർ? എല്ലാവർക്കും ഉള്ള പോലെ ഓരോ ഓഹരി അപർണയ്ക്കും. വേണ്ട സർ, ഞാൻ ഇപ്പോഴും ട്രെയിനിൽ തന്നെയാ. വെരി ഗുഡ്. ഇതെന്താ സർ? ഒരു അമ്പലത്തിലേക്കുള്ള നേർച്ചയാ. ഓരോ നാടകത്തിൽ നിന്നും ഒരു തുക ഈ അമ്പലത്തിലേക്ക് കൊടുക്കും. ഏതായാലും അപർണയ്ക്ക് വേണ്ടാത്ത കാശ് ദേവനിരിക്കട്ടെ. അപർണ പോയിക്കോളൂ. എന്തായി, മാഷ കണ്ട് പൈസ കൊടുത്തോ? എന്തുണ്ട് അവിടെ വിശേഷം? കാലിന് അല്പം നീരുണ്ട്. ഇന്നലെ വൈദ്യനെ കണ്ടു എന്ന് പറഞ്ഞു. പോയിക്കോളൂ. ശരി. നിർത്ത, അതല്ല താളം. പയ്യെ. എന്തൊരു ഭാവന, എവിടുന്ന് കിട്ടി എനിക്ക്? എന്തിനാടോ ഇത്? അത് ഈ രാഗഛായ മാത്രമല്ലേ ഉള്ളൂ. രാഗഛായ ട്യൂണറിയാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇടോ. പിടിച്ചോ. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചിട്ട് ഒരു സാധനം കിട്ടിയില്ല ആശാനെ. ഇന്ന് കാലത്ത് കൃത്യം 5 മണിക്ക് സാധനം കിട്ടി. ഇതാ കേട്ടോ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ. തന്റെ സ്വന്തമായിട്ട് വല്ലതും ഉണ്ടോ? കൊണ്ടേട് കാണട്ടെ. വേറെ പിടിച്ചോ. ജോസഫ്. ജോസഫ്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങൾ. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കത് നിഷേധിക്കാൻ സാധ്യമല്ല. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു. ഈ ഡയലോഗ് പറയുമ്പോ കുറച്ച് മൂവ് ചെയ്യണം. വിശ്വസിച്ചു അല്ലേ? നിങ്ങളെ ഞാൻ വിശ്വസിച്ചു. നിങ്ങളെ ഞാൻ വിശ്വസിച്ചു. 4 പേരറിയേ. 4 പേരറിയേ. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ ചാടി ആത്മഹത്യ. ഞാൻ വല്ല കുളത്തിലോ കിണറ്റിലോ ചാടി ആത്മഹത്യ ചെയ്യും. ഈ ഡയലോഗ് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് വേണം. ഒന്ന് പറഞ്ഞു കൊടുത്തേ. 4 പേരറിയേ. 4 പേരറിയേ. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ ചാടി ആത്മഹത്യ ചെയ്യും. പോരാ, ലിറ്റിൽ മോർ ഇമോഷണൽ. പറഞ്ഞു കൊടുക്ക്. 4 പേർ. വേണ്ട, ഞാൻ പറഞ്ഞോളാം. 4 പേരറിയേ. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ഞാൻ വല്ല കുളത്തിലോ കിണറ്റിലോ ചാടി ആത്മഹത്യ ചെയ്യും. നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഈ കഥാപാത്രം ആത്മഹത്യ ചെയ്ത ഓഡിയൻസിന് സന്തോഷമേ ഉണ്ടാവും. അത്ര നന്നായിട്ടുണ്ട്. ദേ, നിങ്ങളുടെ മുഖത്തൊന്നും വരില്ലേ? അപർണേ, അവളുടെ മുഖത്ത് വരും വസൂരി.
വായിൽ കിടക്കുന്ന നാക്കും അതിൽ നിന്ന് വരുന്ന വാക്കും സൂക്ഷിക്കണം. വീട്ടിലെ ബാല്യക്കാരോട് സംസാരിക്കുന്ന പോലെ എന്റെ ആർട്ടിസ്റ്റിലൂടെ സംസാരിക്കരുത്. അവരുടെ പെർഫോമൻസ് പോരാന്നുണ്ടെങ്കിൽ പറയേണ്ട ഒരു രീതിയുണ്ട്. ആരെയും ഭരിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. എനിക്കെല്ലാവരും ഒരുപോലെയാ. എന്തായി? കംപ്ലൈന്റ് മുഴുവൻ പറഞ്ഞു തീർന്നോ? എനിക്ക് ആരെക്കുറിച്ചും കംപ്ലൈന്റ് ഇല്ല. ഡയറക്ടറുമായി കൊഞ്ചി കുഴിയുന്നുണ്ടല്ലോ. അപർണയ്ക്ക് എന്തിനാ വേണ്ടാത്ത അസൂയ തോന്നുന്നേ? സാറിന് അപർണയെ അറിയുന്നതിന് മുമ്പ് എനിക്കറിയാം. നിനക്ക് സാറിന് മാത്രമല്ല വേറെ പലരെയും അറിയാം. ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്റെ അടുത്ത് ശീലാവധി സമയണ്ട. നിന്റെയൊക്കെ യോഗ്യത ഇവിടുത്തെ ഏത് പട്ടിയോട് ചോദിച്ചാലും പറയും. അപർണേ, ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. നിന്നെക്കാളും മാന്യത എനിക്കുണ്ട്. മാന്യത ജനറൽ ഹോസ്പിറ്റലിലെ ലേഡി ഡോക്ടറോട് ചോദിച്ചാൽ അറിയാം എത്ര അബോർഷന് DNCയും കഴിഞ്ഞെന്ന്. അപർണേ, ഐ എം സോറി. ഐ റിഗ്രറ്റ് ഇറ്റ്. സാരെന്തിനാ വിഷമിക്കുന്നത്? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഓടാറും ശരിയാവുന്നില്ല മാഷെ. ഒന്നുകൂടെ നോക്കാം. ആ ബോസേ, കുട്ടി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതൊന്നാമത് ക്ലൈമാക്സ് ആണ്. ഓവർ എക്സാജറേഷൻ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. ശരി, അടുത്ത പറ്റിയൂടെ നോക്കാം. ബോസേ, ശരിയാവില്ല മാഷെ. ആ പെണ്ണിന് എന്താന്ന് വെച്ചാൽ കൊടുത്ത് പറഞ്ഞയച്ചേക്ക്. ശരിയാവില്ല. എടോ, തന്നോട് പറഞ്ഞു കേട്ടില്ലേ? അവരെ പറഞ്ഞു വിട്ടാൽ പിന്നെ? പറഞ്ഞുവിടാതെ പിന്നെ എന്ത് ചെയ്യും? അവൾക്ക് ഒരു റേഞ്ചും ഇല്ല. ആ ക്യാരക്ടർ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി അവൾക്കില്ല. 3-4 പേരെയായി നമ്മളിപ്പോ ശ്രമിക്കുന്നു. അതിൽ തരക്കേടില്ലാത്തത് ഇവരായിരുന്നു. ഇവരെ കൂടി വേണ്ടെന്ന് വെച്ചാൽ ഇനി വേറെ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ കോമ്പറ്റീഷൻ നാടകം അയക്കില്ല, അത്ര തന്നെ. ഒന്നാമത് സെൻട്രൽ ക്യാരക്ടറാ. നമുക്ക് തന്നെ തൃപ്തിയല്ല, പിന്നെ അയച്ചിട്ട് എന്ത് കാര്യം? സാർ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അപർണയുടെ തമാശ കേൾക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. തമാശയല്ല സാർ, ഐ എം സീരിയസ്. നഷ്ടമൊന്നും വരാനില്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം. എനിക്കെന്തോ ഒരു ആത്മവിശ്വാസം തോന്നുന്നു. സാറിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ. എക്സലന്റ് അപർണേ, റിയലി ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. സത്യത്തിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനിക്ക് സമാധാനമായി. താങ്ക് യു. താങ്ക് യു സാർ. എക്സലന്റ് അപർണേ, റിയലി ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അപർണേ, എന്ത് പറ്റി നിനക്ക്? നീ ഇവിടെങ്ങുമല്ലേ? റിയലി ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അമ്മേ, ഞാൻ തീരുമാനിച്ചു. എന്ത്? അമ്മ പലപ്പോഴും ചോദിക്കാറില്ലേ എന്റെ വിവാഹത്തെക്കുറിച്ച്? അതിന് അമ്മ എരിയും ഞാനുമായുള്ള വിവാഹം നടത്തി തരണം.
ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. നിന്റെ പല തീരുമാനങ്ങളും ഞാൻ അറിയുന്നത് വളരെ വൈകിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്. നീ ഇപ്പോൾ ഈ ചോദ്യം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചതല്ലേ? നിങ്ങൾ തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതല്ലേ? അമ്മേ, അമ്മ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എതിയെ സ്നേഹിക്കുന്നെന്ന് ഞാൻ തന്നെ അറിഞ്ഞത് ഇപ്പോഴാണ്. എനിക്കത് നേരത്തെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിലക്കിയത്. ഒരാൺകുട്ടിയേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നു. ഒരച്ഛന്റെ വാത്സല്യമോ സഹോദരങ്ങളുടെ സ്നേഹമോ ലഭിക്കാത്ത നിന്നെ ഒരമ്മയ്ക്ക് നൽകാവുന്നതിലേറെ സ്നേഹവും വാത്സല്യവും തന്ന് ഞാൻ വളർത്തി. അറിഞ്ഞുകൊണ്ട് തന്നെ നിന്റെ ദുശാഠ്യങ്ങൾക്കെല്ലാം ഞാൻ വഴങ്ങി. നീ വളർന്നു വലുതായപ്പോൾ നിന്നെ നിയന്ത്രിക്കാനുള്ള ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു. നിന്റെ ഇപ്പോഴത്തെ പോക്കും തീരുമാനങ്ങളും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു മോളെ. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വിവാഹം ഒരു വഴിത്തിരിവാണ്. നിനക്ക് യോജിച്ച ഒരു പുരുഷനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പക്ഷെ എന്റെ അനുഭവം നിനക്കുണ്ടാവരുതെന്ന് കരുതി പറയുകയാണ്. നീ പറഞ്ഞ എതി ഒരു വിധത്തിലും നിനക്ക് യോജിച്ചവനല്ല. അവിടെയാണ് അമ്മയ്ക്ക് തെറ്റുപറ്റിയത്. ആചാരമനുസരിച്ച് കുലവും ഗോത്രവും നോക്കി വീട്ടുകാർ നടത്തിയ അമ്മയുടെ വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചില്ലേ? എത്ര കാലം ആ ബന്ധം നീണ്ടു നിന്നു? എനിക്ക് 2.5 വയസ്സുള്ളപ്പോൾ എന്നെ അമ്മയെ ഉപേക്ഷിച്ച് ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? ഞാൻ തുറന്നു പറയുന്നതിൽ അമ്മയ്ക്ക് വേദന തോന്നരുത്. അമ്മയ്ക്ക് പറ്റിയ അബദ്ധം എനിക്ക് സംഭവിക്കരുതെന്ന് നിർബന്ധമുണ്ട്. അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, അമ്മയ്ക്ക് എന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെന്ന്. എന്നെ നിയന്ത്രിക്കാനും സ്നേഹിക്കാനും കഴിവുള്ള ഒരു പുരുഷനെ ഞാൻ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. ആ മനുഷ്യനുമായുള്ള വിവാഹം നടത്തി തരണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷേ വേറൊരു ബന്ധത്തിന് എന്നെ നിർബന്ധിക്കരുത്. മിസ്റ്റർ യതീന്ദ്രൻ ഒന്നും പറഞ്ഞില്ലല്ലോ. സോറി മാഡം. അപർണയെ എനിക്കിഷ്ടമാണ്. പക്ഷെ അവൾ സങ്കല്പിക്കുന്ന രീതിയിലല്ലെന്ന് മാത്രം. അപർണയല്ലേ പറഞ്ഞത്. അതൊരു ഉറച്ച തീരുമാനമായിട്ട് കരുതണ്ട. അല്പം കഴിയുമ്പോൾ താനേ മാറിക്കോളും. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ തമ്മിൽ ഒരു കമ്പാരിസണും ഇല്ല. ഞാൻ ആജ്ഞാപിച്ചാൽ അനുസരിക്കുന്ന, എടിയെന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു പെണ്ണിനെയാണ് എനിക്ക് ആവശ്യം. അപർണയ്ക്ക് ചോദിച്ച എത്രയോ നല്ല ബന്ധങ്ങളുണ്ട് വേറെ. അവളുടെ ഭാവി നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കിപ്പോ മതിയായില്ലേ? ഐ ആം അഷേംഡ്. ഐ ആം ഇൻസൾട്ടഡ്. യതീന്ദ്രന് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. സ്വാഭാവികമായി തന്നേക്കാൾ ഉയർന്നൊരു ബന്ധം വരുമ്പോ ആർക്കും തോന്നാവുന്നതേ എനിക്കും തോന്നിയുള്ളൂ. അത് നിന്റെ ധാരണയല്ലേ? അയാൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം എനിക്കുണ്ട്.